ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ കഠിനാധ്വാനമാണോ, അതോ നിങ്ങളുടെ ബുദ്ധിശക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നടത്തുന്ന പ്രാർത്ഥനകളാണോ? സത്യം പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ശക്തിയേറിയ ഒന്നാണ് നമ്മുടെ ഓരോ ദിവസത്തെയും പരാതികൾ. നമ്മളിൽ അറിയാതെ വരുന്ന ഓരോ നെടുവീർപ്പും, പേടിയോടെ പറയുന്ന ഓരോ വാക്കുകളും ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഒരു ക്ലിയർ ബ്ലൂ പ്രിന്റ് ആണെങ്കിലോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ നിർമ്മാണ ശക്തി നിങ്ങളുടെ വാക്കുകളാണ്. അതെ, നിങ്ങൾ ഓരോ ദിവസവും വെറുതെ പറയുന്ന പരാതികളും പേടിയോടെ ഉള്ളിൽ മന്ത്രിക്കുന്ന കാര്യങ്ങളുമാണ് നിങ്ങളുടെ നാളെയെ നിർമ്മിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളതാ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. പ്രപഞ്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് നോ എന്ന് പറയാൻ അറിയില്ല. നിങ്ങൾ എന്ത് പറയുന്നുവോ അതിനോട് എസ് എന്ന് മാത്രമേ അത് പറയൂ. ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 3 മാന്ത്രിക വാക്കുകൾ അല്ലെങ്കിൽ 3 അത്ഭുത വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇല്ലായ്മകളുടെ ഒരു ലോകം പണിയുന്നത് എങ്ങനെ നിർത്താമെന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ മുഴുവനായും കാണുക. നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ ഭാഷ വീണ്ടെടുക്കാനുള്ളൊരു യാത്രയാണിത്. എന്തുകൊണ്ടാണ് നമ്മൾ വാക്കുകളെ ഇത്ര ഗൗരവമായി എടുക്കേണ്ടത്? പ്രശസ്ത ആത്മീയ ഗുരുവായ ഫ്ലോറൻസ് കോവൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ മാന്ത്രിക വെടിയെന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിൽ ഈ മാന്ത്രിക വെടി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുകൊണ്ട് നമുക്ക് നല്ലത് വരുത്തുന്നതിന് പകരം നമ്മൾ ദോഷം ചെയ്യുന്ന വാക്കുകളാണ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോ തവണ നിങ്ങൾ സംസാരിക്കുമ്പോഴും അതിലൊരു ക്രിയേറ്റീവ് മാജിക്കൽ പവർ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ മാന്ത്രിക വടി ഉപയോഗിക്കുന്നുണ്ടോ എന്നതൊന്നും അല്ല ഇവിടെ ചോദ്യം. പകരം നിങ്ങൾ ഏത് തരത്തിലുള്ള വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിനു മേൽ പ്രയോഗിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ ശബ്ദം എന്നത് അദൃശ്യമായ സാധ്യതകളുടെ ലോകവും നിങ്ങളുടെ അനുഭവങ്ങളുടെ ലോകവും തമ്മിലുള്ളൊരു പാലമാണ്. നമ്മൾ മനസ്സിൽ ആവർത്തിച്ച് പറയുന്ന ഓരോ കാര്യവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന വിശ്വസ്തനായ വേലക്കാരന് നൽകുന്ന ഉത്തരവുകളാണ്. ഈ മനസ്സിനെ തർക്കിക്കാൻ അറിയില്ല, അത് നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് പോലും അത് ചോദിക്കില്ല. നിങ്ങൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നോ അത് സത്യമാണെന്ന് അത് വിശ്വസിക്കും. ഒരിക്കൽ അത് സത്യമാണെന്ന് ഉറപ്പിച്ചാൽ പ്രപഞ്ചം മുഴുവൻ ഇളകി മറിഞ്ഞ് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. ഞാൻ കുറച്ചുകൂടി സിമ്പിളാക്കി പറയാം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകുന്ന കൽപ്പനകളാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു വിശ്വസ്തനായ വേലക്കാരനെ പോലെയാണ്. അതിന് തർക്കിക്കാൻ അറിയില്ല. നിങ്ങൾ എനിക്ക് ഒന്നിനും യോഗമില്ല എന്ന് പറഞ്ഞാൽ അത് ഉടനെ പറയും, ശരി യജമാനെ, നിങ്ങൾക്ക് യോഗമില്ലാത്ത സാഹചര്യങ്ങൾ ഞാൻ റെഡിയാക്കാം. അവിടെ നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു എന്നതോ, നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ അതായത് എത്ര നല്ല മനുഷ്യനാണ് എന്നതോ ആ നിയമത്തിന് ബാധകമേ അല്ല. നിങ്ങൾ എന്ത് പ്രഖ്യാപിക്കുന്നുവോ അത് സത്യമായിട്ട് വഹിക്കും. ഇനി നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ ബാലൻസ് കുറവാണെങ്കിൽ ഉടനെ നമ്മുടെ ഉള്ളിലൊരു ആദി വരും, കാശിന് എന്നും ബുദ്ധിമുട്ടാണ്, എൻ്റെ കയ്യിൽ കാശ് നിൽക്കില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളല്ലേ? കടയിൽ പോകുമ്പോൾ ഒരു സാധനത്തിന്റെ വില കാണുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങൾ വെറും ഒരു സത്യം പറയുകയാണെന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ പ്രപഞ്ചത്തിന്റെ ഭാഷയിൽ ഈ വെറും ഒരു സത്യം അല്ലെങ്കിൽ വെറും ഒരു വിവരം എന്നൊന്നില്ല. അവിടെ എല്ലാം പ്രഖ്യാപനങ്ങളാ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യുമ്പോൾ എനിക്ക് നല്ല തളർച്ച തോന്നുന്നു എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് വിശ്രമം വേണം എന്നാണ്. പക്ഷേ പ്രപഞ്ചം കേൾക്കുന്നത് ഞാൻ തളർന്നിരിക്കുന്നു എന്ന ഓർഡറാണ്. ഉടനെ തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ തളർച്ച നൽകാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. നമ്മൾ എപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇനി മുതൽ സാഹചര്യം മാറാൻ വേണ്ടി നമ്മൾ സംസാരിക്കണം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഈ ശീലം മാറ്റാൻ പോവുകയാണ്. അത് തുടങ്ങുന്നത് 3 പ്രധാനപ്പെട്ട വാക്കുകളിലൂടെയാണ്. അതിലൊന്നാമത്തെ വാക്കാണ് ഞാൻ, അതായത് ഞാനാകുന്നു. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണിത്, ഞാനാകുന്നു.
ദൈവത്തിൻ്റെ പേര് തന്നെ ഇതാണെന്ന് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്, ഇല്ലേ? ഞാനെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു വിത്ത് പാകുകയാണ്. ഞാനൊരു പരാജയം ആണ്, ഞാനൊരു രോഗിയാണ്, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ ആ വിത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുളച്ചു തുടങ്ങുന്നു. ഇന്നൊരു മാറ്റം വരുത്തിയാലോ? അടുത്ത 24 മണിക്കൂർ ഒരു കാവൽക്കാരനെ പോലെ നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കൂ. 3 തവണ മാത്രം നിങ്ങൾ പറയുന്ന മോശം വാചകങ്ങളെ ഒന്ന് മാറ്റി പറയൂ. എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്നതിനു പകരം എൻ്റെ ഉള്ളിലെ പോസിറ്റീവ് എനർജി കൂടി വരികയാണ് എന്ന് പറയുക. അല്ലെങ്കിൽ ഞാൻ ശാരീരികമായും മാനസികമായും കൂടുതൽ ഉന്മേഷം നേടുകയാണ് എന്ന് പറയുക. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക. അല്ലെങ്കിൽ എൻ്റെ എനർജി തിരിച്ചു വരികയാണ്, ഞാൻ കൂടുതൽ ഉഷാറാവുകയാണെന്ന് പറയുക. ഇനി എൻ്റെ കയ്യിൽ കാശില്ല എന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമൃദ്ധി ഉണ്ട് എന്ന് പറയുക. അല്ലെങ്കിൽ എൻ്റെ ഐശ്വര്യം അനന്തമാണ് എന്ന് പറയുക. അല്ലെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചം തരുന്നുണ്ട് എന്ന് പറയുക. അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിനുള്ള വഴികൾ തെളിഞ്ഞു വരികയാണ് എന്ന് പറയുക. ആദ്യം പറയുമ്പോൾ ഇതൊരു കള്ളം പറയുന്നത് പോലൊക്കെ തോന്നും. ബാങ്കിൽ പണമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ സമൃദ്ധനാണെന്ന് പറയും എന്ന് നിങ്ങളുടെ മനസ്സിപ്പോൾ ചോദിക്കും. പക്ഷെ ഓർക്കുക, ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് പ്രയാസം തോന്നും, ഇല്ലേ? നിങ്ങൾ കള്ളം പറയുകയല്ല, മറിച്ച് വരാനിരിക്കുന്ന പുതിയ ലോകത്തിന് അടിത്തറ പാകുകയാണ്. ഇനി രണ്ടാമത്തെ വാക്ക് എനിക്കുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തെളിവുകൾ കണ്ടാലേ വിശ്വസിക്കൂ. അതുകൊണ്ട് എനിക്കുണ്ട് എന്ന വാക്കിന് വലിയ സ്ഥാനമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾക്കിത് വെറുതെ അഭിനയിക്കാൻ കഴിയില്ല. ഉള്ളിൽ സങ്കടം വെച്ചിട്ട് പുറത്ത് എനിക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സത് സ്വീകരിക്കില്ല. കാരണം മനസ്സ് ഒരു കള്ളം പരിശോധിക്കുന്ന ഒരു മെഷീൻ പോലെയാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം. സത്യമായിട്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നിൽ നിന്ന് തുടങ്ങും. ഇന്ന് സമാധാനമായി ശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ എനിക്ക് നല്ല കിടക്കയുണ്ട്. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ എനിക്കുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് വരും. ആ ഒരു ഫീലിംഗ് ആണ് പ്രപഞ്ചത്തിനുള്ള സിഗ്നൽ. ഇയാൾക്ക് നന്ദിയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ കൂടുതൽ നല്ല കാര്യങ്ങൾ നൽകാം ഇന്ന് പ്രപഞ്ചം തീരുമാനിക്കുന്നു. അതാണ് എനിക്കുണ്ട് എന്ന വാക്കിന്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ വാക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഈ വാക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സാഹചര്യങ്ങളുടെ ഇരകളാണെന്നാണ്. എൻ്റെ ബോസ് മോശമാണ്, എൻ്റെ കുടുംബം ശരിയല്ല, എൻ്റെ പാസ്റ്റ് എന്നെ തളർത്തുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ഉണ്ട്. ഇതൊരു തടവുകാരൻ്റെ വാക്കുകളാണ്. ഈ തടവറയുടെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന വാക്ക്. ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായയായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന വാക്കാണിത്. എനിക്ക് മറ്റു വഴികളില്ല, ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത് നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എഴുത്തുകാരനാണ്, വെറുമൊരു കഥാപാത്രമല്ല. ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി പറയാം. അവൾക്ക് അവളുടെ ജോലി തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നും പരാതിയായിരുന്നു. ഒരു ദിവസം അവൾ ഒരു തീരുമാനമെടുത്തു. അവൾ എന്നും രാവിലെ പറയാൻ തുടങ്ങി, എൻ്റെ ഭാവിയിലെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാമ്പത്തിക സഹായമായി ഞാൻ ഈ ജോലിയെ തിരഞ്ഞെടുക്കുന്നു. നോക്കൂ, ജോലി മാറിയില്ല, ബോസ് മാറിയില്ല, പക്ഷെ അവളുടെ മനോഭാവം മാറി. ആ ജോലി ഒരു തടവറയല്ല, മറിച്ച് ഒരു അവസരമാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. 3 മാസത്തിനുള്ളിൽ അവൾക്ക് അതിനേക്കാൾ നല്ലൊരു ജോലി അപ്രതീക്ഷിതമായി ലഭിച്ചു. അത് ലോകം മാറിയതുകൊണ്ടല്ല, അവൾക്ക് മാറ്റമുണ്ടായതുകൊണ്ടാണ്. അവൾ ലോകത്തെ കാണുന്ന രീതി മാറ്റാൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഇനി ആദ്യമൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കളിയാക്കും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നും. സാരമില്ല, അത് പഴയ ശീലങ്ങൾ ഇല്ലാതാവുന്നതിന്റെ ശബ്ദമാണ്. നിങ്ങളത് കാര്യമാക്കാതെ നിങ്ങളുടെ പുതിയ വാക്കുകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത 7 ദിവസം ഇതൊരു പരീക്ഷണമായിട്ടെടുക്കുക. ഒരു ചെറിയ കടലാസിൽ ഈ 3 വാക്കുകൾ എഴുതി വെക്കാം. നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാം. ഓരോ തവണ നെഗറ്റീവായി സംസാരിക്കാൻ തോന്നുമ്പോഴും ഈ കാർഡിലേക്ക് നോക്കി നിങ്ങളുടെ വാക്കുകളെ മാറ്റി പറയുക. ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ
ഇപ്പോൾ അത്ഭുതങ്ങളുടെ ഭാഷ സംസാരിക്കുന്നു. ഇത് വെറും ഒരു കമൻ്റ് അല്ല, നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. മാത്രമല്ല, ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുന്നു എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്